5 പേര് പോകുന്നു. ഹലോ ഗേസ്, ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ ഇന്ന് വർക്കിന് ഇറങ്ങുന്ന സമയം എന്ന് പറയുന്നത് 9:50 ആയിട്ടുണ്ട്. 10 മണി ആവാനായിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ചെയ്യണ പോലെ തന്നെ നമുക്ക് ഊബർ ഓൺ ആക്കിയിട്ട് നമുക്ക് ചായ കുടിക്കാൻ പോവാം ബോംബെ കഫേന്റെ അടുക്ക്. അതിന്റെ അടുക്ക് ട്രിപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എടുത്ത് ഓടാം, ഇല്ലാന്നുണ്ടെങ്കിൽ ചായ കുടിച്ചിട്ട് ഓടാം. അപ്പൊ നമ്മള് CNG അടിച്ചിട്ട് ഇപ്പൊ ഇവിടെ 92 കിലോമീറ്റർ ഓടി. ഇനി 4 അട്ടിമ്പാടുണ്ട്. 5 വട്ടം ഉണ്ടായിരുന്നു, ഒരു വട്ടപ്പോ രാവിലെ എടുക്കുമ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ 92 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഈ രാത്രി ഓടുന്നോണ്ടാണ് ഇത്ര മൈലേജ് നമുക്ക് കിട്ടുന്നത്. ബിയില് 118 കിടക്കണം, നമുക്ക് 0 ആക്കിയിടാം. ഇന്ന് എത്ര കിലോമീറ്റർ ഓടിയെന്ന് അറിയാലോ, തുടങ്ങുന്നതിന് മുമ്പ് 0 ആക്കിയിട്ടാല്. അപ്പൊ ഇനി നമുക്ക് ഊബർ ഓണാക്കാം. ഓണാക്കിയിട്ടുണ്ട്. വാലറ്റില് മൈനസ് ഉണ്ടായിരുന്നു. ഇന്നലെ 600 എത്ര ഉണ്ടായിരുന്നു, ഞാനത് അടച്ചു. ഇന്നലെ രാത്രി തന്നെ അടച്ചു. 645 രൂപ ഉണ്ടായിരുന്നു ഊബറിലേക്ക് അടക്കാൻ. അത് അടച്ചപ്പോൾ 0 ആയി കിടക്കാണ്. ഊബറിന് കൊടുക്കാനൊന്നുമില്ല. റാപ്പിഡോയും ഓണാക്കാം. റാപ്പിഡോ ഓണാക്കിയിട്ടുണ്ട്. ഗോറ്റ് കയറിട്ടെ. ഓക്കെ, ഇത് നമ്മൾ 1000 റീചാർജ് ചെയ്തതിൽ ഇനി 0 ആയിട്ടുള്ളൂ. ട്രിപ്പ് അടിച്ചിട്ടില്ല. നമ്മൾ റീചാർജ് ചെയ്തതിനു ശേഷം നമ്മൾ ട്രിപ്പ് എടുത്തിട്ടില്ല. ഒരു ട്രിപ്പ് അടിച്ചിന് നമുക്ക് ക്യാൻസൽ ആയിട്ട് 15 രൂപ കിട്ടി. ഓക്കെ, അപ്പോൾ ഇനി യാത്രയും പാടെ ഓണാക്കി നോക്കാം. ട്രിപ്പ് അടിച്ചു. ഓ ഇതിൻ്റെ അമ്മേ, 13:14 9:7 ഏതേലും ഒന്ന് എടുക്കുക. അങ്ങനെ അന്തം മുട്ട് നിൽക്കുക. ഏതെടുക്കണം എന്ന് ആലോചിക്കാണ്ട് മറ്റേ വേഗം പോയി. അഡ്മിറൽ ടവേഴ്സ് 2 കിലോമീറ്റർ ഉണ്ട്. മറ്റേത് 3 കിലോമീറ്റർ ഉണ്ടായിരുന്നു. നമ്മളെ എടപ്പള്ളി കോണ റോഡിൻ്റെ അവിടെയാണ്. ഏതായാലും ചെന്ന് നോക്കട്ടെ. അപ്പം ചായ കുടിക്കാൻ പറ്റില്ല. ചായ പിന്നെ കുടിക്കാം, ട്രിപ്പ് കഴിഞ്ഞിട്ട് കുടിക്കാം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു. ഊബറിൽ 196 രൂപയുടെ ട്രിപ്പായിരുന്നു. അത് നമ്മൾ 9.2 കിലോമീറ്റർ 29 കിലോമീറ്ററാണ് ഉണ്ടായിരുന്നത്. 29 മിനിറ്റ് കൊണ്ട് എത്തി. 210 ക്യാഷ് കളക്ട് ചെയ്തു. 196 നമുക്ക് കിട്ടി. റാപ്പിഡോല ട്രിപ്പ് എടുത്താൽ മതി നമുക്ക്. അത് 13 കിലോമീറ്റർ 280 എത്രയല്ലേ. അത് വീണ്ടും അടിച്ചിട്ടുണ്ടായിരുന്നു ഇവരെ പിക്ക് ചെയ്യാൻ പോണ സമയത്ത്. പിന്നീട് റാപ്പിഡോ അടിച്ചിട്ടില്ല. റാപ്പിഡോ ഓൺ തന്നെയാണ്, ഇതുവരെ അടിച്ചിട്ടില്ല. പിന്നെ യാത്രിമാട് ഓണാക്കിയോട്ടെ. യാത്രി റാപ്പിഡോ ഒക്കെ ഓടുന്നതാണ് നല്ലത്. നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു എടപ്പള്ളിയിൽ. പിന്നെ എനിക്ക് എടുക്കേണ്ടിയില്ലാന്ന് തോന്നി ഊബറിന്റെ ട്രിപ്പ്. അപ്പോൾ ഈ ബ്ലോക്കൊക്കെ ഉള്ള സമയത്ത് റാപ്പിഡോ യാത്രയൊക്കെ ഓടുന്നത് നല്ലത്. അതുകൊണ്ട് നമ്മൾ യാത്രയും ഓണാക്കിയിട്ടുണ്ട്. ഇവിടെ ഓണാക്കുന്നത് യാത്രി ഓണാക്കി, റാപ്പിഡോയും ഓണാണ്, ഊബറും ഓണാണ്. അപ്പം ഇനി അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. ഞാൻ ഈ അമ്പലത്തേക്ക് കയറുന്ന എൻട്രിന്റെ അവിടെ ഉണ്ട്. അമ്പലത്തിന്റെ എൻട്രി ഇല്ലേ? MG റോഡിൽ തന്നെയാണ്. നിങ്ങൾ ഏതിന്റെ ഓപ്പോസിറ്റ്? അതിന്റെ ഓപ്പോസിറ്റ് തന്നെ. അതിന്റെ ഓപ്പോസിറ്റ് ഉണ്ട് ഞാന്. അതെ അതെ. മാച്ച് വന്നിട്ടുണ്ടായിരുന്നു 400 സംതിങ്ങിന്റെ. അത് മാച്ച് അക്സെപ്റ്റ് ആയില്ല. ഇപ്പൊ 200ന്റെ അത്ര മാച്ച് വന്നിട്ടുണ്ട്. അത് അക്സെപ്റ്റ് ആയിട്ടുണ്ട്. അത് നമ്മളെ എടച്ചിറന്നാണ് പിക്കപ്പ്. എടപ്പള്ളിയിലേക്കാണ് ആളെ പിക്കാൻ പോട്ടെ. എടച്ചിറെത്തണം. 2.2 കിലോമീറ്ററോളം പിക്കപ്പ് ഉണ്ട്. അങ്ങനെ ആ ട്രിപ്പും കഴിഞ്ഞു. അത് ഈ ഫ്ലാറ്റിലേക്കായിരുന്നു. അപ്പോൾ അതിന് നമുക്ക് കിട്ടിയത് 188 രൂപയാണ്. എത്ര കിലോമീറ്റർ? 7.78 കിലോമീറ്റർ ഉണ്ടായിരുന്നു. 668 രൂപയായി ടോട്ടൽ. ഇപ്പം ഞാൻ റാപ്പിഡോ യാത്രയെല്ലാം ഓണാക്കി വെച്ചിട്ടുണ്ട്. ഏതാ അടിയണ വെച്ചാൽ നോക്കിയിട്ട് പോവാം. മറ്റേതിന് റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല. ഇത് റിപ്പോർട്ട് വന്ന് ഇവിടെ കാണിക്കും. ആരും ഫീഡ്ബാക്കൊന്നും അടിച്ചിട്ടില്ല. അപ്പോൾ കുഴപ്പമുണ്ടാവില്ലായിരിക്കും. അപ്പോൾ ഇനി അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. ചായ കുടിക്കാൻ പറ്റിയില്ല. ഇനി എന്തായാലും ചായ വേണ്ട. 12:15 സമയം. ഇനി നമുക്ക് ഫുഡായിട്ട് എന്തെങ്കിലും കഴിക്കാം, ലഞ്ച്. നമുക്കൊരു റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. സമയം 12:37 ആയിട്ടുണ്ട്. ഞാൻ അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കൊരു 800 മീറ്ററിലൊരു സാറയെ പിക്കപ്പ് കിട്ടിയിട്ടുണ്ട്. 250 എത്ര ഉണ്ട് ഫെയർ. ആളെ പോയി പിക്കട്ടെ. നമ്മൾ ആ ട്രിപ്പ് കഴിഞ്ഞു. നമുക്ക് 252 രൂപയാണ് കിട്ടിയത് റാപ്പിഡോയിൽ. കടവന്ത്രയിലേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ 53 കിലോമീറ്ററാണ് ഓടിയത്. CNG രണ്ടാമത്തെ കട്ടയിൽ ഇപ്പോൾ കുറച്ചായി ഓടുന്നു. അപ്പോൾ ഇനി ഊബർ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ്. യാത്രി റാപ്പിഡോ ഓണാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ പോലെ ജനതാ പമ്പിൽ പോയിട്ട് അവിടുന്ന് CNG അടിച്ചിട്ട് ചേച്ചിൻ്റെ അവിടുന്ന് ഫുഡും കഴിച്ചിട്ട് ഓണാക്കുന്നുള്ളൂ.
നല്ല CNG അടിച്ച അതേ സ്പോട്ടിൽ നിന്ന്. അപ്പോൾ ഏതായാലും CNG അടിക്കട്ടെ. നല്ല ബ്ലോക്ക് കേട്ടോ. ഇത് ഞാൻ അങ്ങോട്ട് പോയപ്പോഴേ ഉള്ള ബ്ലോക്കാണ്. ഞാൻ കഴിഞ്ഞ് ബ്ലോക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അരമണിക്കൂർ അവിടെ നിന്ന്. ഇപ്പോൾ വന്നപ്പോഴും ഈ ബ്ലോക്ക് അനങ്ങിയിട്ടില്ല. ബ്ലോക്ക് എന്തോ നല്ലൊരു ബ്ലോക്ക് ഉണ്ട് ഇവിടെ. വൈറ്റിലെ സിഗ്നലിൻ്റെ ആണോ എന്നറിയില്ല. എളംകുളം മെട്രോ സ്റ്റേഷൻ്റെ അവിടെ വരെ ബ്ലോക്കാണ്. ഇതിപ്പോൾ രണ്ടട്ട CNG ഇപ്പോൾ ഇവിടെ തന്നെ കഴിയും. സാറ്റർഡേ ആയിട്ട് മഴയും തോന്നുന്നുണ്ട്. ബ്ലോക്കിൻ്റെ ഇടയിൽ വലിയ വലിയ തുള്ളികൾ ചാടുന്നുണ്ട്, മഴത്തുള്ളികൾ. ഇന്ന് നല്ലൊരു മഴ പെയ്യും, മഴക്കാറുണ്ട്. അപ്പോൾ സാറ്റർഡേ ഇന്ന് ഞാൻ സമ്പാദിക്കും. മഴ പെയ്താൽ സർജ് വരും, റേറ്റ് കൂടും. മഴ വന്നിട്ടെ. പക്ഷെ വലിയ മഴ വേണ്ട. വലിയ മഴ പെയ്താൽ നമുക്കും ബുദ്ധിമുട്ടാണ്. ഈ സ്ഥലത്ത് കൂടെ ഒക്കെ വെള്ളം കയറും. അപ്പോൾ അപ്പോഴും പ്രശ്നമാവും. ഓ മൈ ഗോഡ്, CNG അടിക്കാതെ വരികയാണ് കാണുന്നത്. ഇവിടെ വരെ CNG അടിക്കാതെ വരിക. ഈ ലാസ്റ്റ് അർട്ടിക വരെ CNG അടിക്കാനാ. അപ്പോൾ ഇതിൻ്റെ മൂട്ടിൽ ഇവിടെ നിന്ന് സൈഡാക്കാം. ഇൻഡിക്കേറ്റർ ഇട്ടോക്കട്ടെ, അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് വരെ തെളിവുകൾ വരും. ഈ ബ്ലോക്കിൻ്റെ ഇടയിൽ ഈ ഓട്ടോക്കാരനാരോ പണി കൊടുത്തോണ്ട്. ഈ ബൈക്കാർ കുറേ എണ്ണുണ്ട്, ലെഫ്റ്റ് കൂടി റൈറ്റ് കൂടിയും കയറിയിട്ട്. അയാളാന്ന് തോന്നുന്നുണ്ട്. ആ പിക്കപ്പാണ്. വേറെ എന്തോ വീണുക്കണോ. ബൈക്കാരാണിത്. ബൈക്കാർക്കുണ്ട് ഈ പ്രശ്നം. ഈ ബ്ലോക്കിൻ്റെ അടിയിൽ കൂടി ലെഫ്റ്റ് കൂടി റൈറ്റ് കൂടി ഒക്കെ പോക്ക്. പോണിന് പോയപ്പോ വണ്ടി മരുതാജും തട്ടാജ്. ഇന്നാളുണ്ട് ഒരാളത് മിറർ പൊട്ടിച്ചിട്ട് ഒറ്റ പോക്ക്, നിർത്താണ്ടൊരു പോക്ക് ബൈക്കാർ. അയാൾ കാറിന്ന് ഇറങ്ങിയിട്ട് വലിച്ചിട്ടു 2 ഫീറ്റ്. അങ്ങനെ അതൊക്കെയാണ് ഈ ബൈക്കാരുടെ പ്രശ്നം. ബൈക്കാർ തിരക്കിൻ്റെ അടി കൂടി അതാണ് ഈ ബൈക്കാരുടെ പ്രശ്നം. കുത്തിപ്പിടിച്ച് പോണേന് കുഴപ്പമില്ല, വണ്ടിമൊക്കെ വരെ പരിക്കും വരാൻ നമ്മൾ. അങ്ങനെ CNG കാര്യങ്ങൾ അടിച്ചു. നമ്മൾ 147 കിലോമീറ്ററാണ് കഴിഞ്ഞ CNG നമ്മൾ ഓടിയത്. അപ്പോൾ ഫുൾ ടാങ്ക് ആയിട്ടുണ്ട്. ട്രിപ്പ് 0 ആക്കിയിട്ടുണ്ട്. 666 രൂപയായി ഫുൾ ടാങ്ക് CNGക്ക്. ഇനി നമ്മൾ പോയിട്ട് അവിടെ ചേച്ചിൻ്റെ കട അവിടെയാണ് ഫുഡ് കഴിക്കട്ടെ പോയിട്ട്. അവിടെ ഇന്നലെ നിർത്തിയത് അവിടെ ആയിരുന്നു. അപ്പോൾ അവിടെ പാർക്കിംഗ് ഫുള്ളാണ്. അപ്പോൾ അവിടെ ഗ്യാപ്പിൽ കയറ്റിട്ടു. അപ്പോൾ ഏതായാലും ഫുഡ് കഴിച്ചിട്ട് ഊബർ ഓണാക്കാം. ഗേയ്സ്, അപ്പോൾ കുറേ കാത്തിരിപ്പിന് ശേഷം ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. സമയം 3:06 ആയിട്ടുണ്ട്. സൽക്കാര എക്സ്പ്രസ് ആണ്. അതാണ് ഈ പാർക്കിംഗ് ഉണ്ടോ, ഇതാണ്ട് കാണുന്നത് സൽക്കാര എക്സ്പ്രസ്. ഇത്ര അടുത്ത്. ഈ 2 കാറിൻ്റെ അപ്പുറം ആള് ഉണ്ടാവുമായിരിക്കും എന്ന് വിചാരിക്കാം. അവിടെ എത്തിയിട്ട് വിളിച്ചു നോക്കാം. എന്താ ഇപ്പം തന്നെ അരേവിടെ നിന്നുള്ള മെസ്സേജ് ഇടുക. ആളെ ഉള്ളിലാണെന്ന് തോന്നണേ. അകത്താണ് കണ്ടോ, കുറച്ച് ഉള്ളിലായിട്ടാണ് കാണുന്നത്. പുറത്തിറങ്ങിക്കോട്ടെ, വണ്ടി സ്റ്റാർട്ട് ചെയ്യട്ടെ. അതിനിടയ്ക്ക് നമ്മളൊരു സബ്സ്ക്രൈബർ പോയിട്ട് ഇതിനിടയ്ക്ക് നമ്മൾ കുറേ വിളിച്ചു. ബ്ലോക്ക് ആയതുകൊണ്ട് വല്ലാണ്ട് സംസാരിക്കാൻ പറ്റില്ല. ഗൈസ്, നമ്മളെ ട്രിപ്പ് കഴിഞ്ഞു. ആ ട്രിപ്പിന് ശേഷം വേറെ ട്രിപ്പും പാടെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഊബർ ഓഫ്ലൈൻ ആക്കിയിട്ടാണ്. ഓരോ ട്രിപ്പ് കഴിയുമ്പോഴത്തേനും ഓഫ്ലൈൻ ആക്കുകയാണ് അല്ലേ. ഇപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ഇനി ഊബർ വേണ്ടാന്ന് വിചാരിച്ചു. റാപ്പിഡോ യാത്രയാക്കാം. റാപ്പിഡോയിൽ 2-3 വട്ടം ഒരേ ട്രിപ്പ് തന്നെ നമുക്ക് എടപ്പള്ളി ആയപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. ചുള്ളിക്കൽക്കാണ്, ഫോർട്ട് കൊച്ചിയുള്ള. അപ്പോൾ 380 രൂപ, 400 രൂപയുടെ അടുത്തുണ്ടായിരുന്നു. ബ്ലോക്കും കാര്യങ്ങളായതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് കേരള സവാരിയും പാടെ ഓണാക്കി വെക്കാം. ഊബർ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി കുറച്ച് നേരം കുട്ടികളെ കളി കാണാം. അങ്ങനെ നമുക്കിപ്പോൾ ഒരു 3/4 മണിക്കൂറായിട്ടുണ്ടാവും കേട്ടോ. 5:04 ആയിട്ടുണ്ട് സമയം. നമുക്കൊരു റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അടുത്തുനിന്ന് തന്നെ അടിച്ചൊരു 400 മീറ്റർ അല്ല 500 മീറ്റർ ഉണ്ട് പിക്കപ്പിന്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഊബറൊക്കെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നല്ല ബ്ലോക്ക് ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്ന ട്രിപ്പ് ഉണ്ടല്ലോ, 204 രൂപയാണ് എനിക്ക് കിട്ടിയത്. അതിന് എനിക്ക് എടുത്ത സമയം 48 മിനിറ്റ്. 1 മണിക്കൂറിൻ്റെ അടുത്താണ് അതിന് സമയം എടുത്തത്. അപ്പോൾ അങ്ങനെ 200 രൂപേൻ്റെ ട്രിപ്പ് ഓടിയാൽ നമുക്ക് നഷ്ടമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഊബർ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ. ഇപ്പോൾ റാപ്പിഡോ യാത്ര ഓണാക്കിയിട്ടുണ്ട്. യാത്രയിൽ നേരത്തെ 288 ട്രിപ്പ് വന്നു. അത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് തന്നെ പോയി. ഇപ്പോൾ കാക്കനാട്ടിലാണ് അടിച്ചിരിക്കണ. ബ്ലോക്കിൻ്റെ ഏരിയയാണ് ഓക്കെ. അപ്പോൾ 455 ഇത്ര ക്യാഷ് ഉണ്ട്. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ബ്ലോക്ക് ഉണ്ടെങ്കിലും അത്യാവശ്യം എമൗണ്ട് ഉണ്ടല്ലോ. നമ്മൾ ചതിച്ചു ഗൈസ്, നമ്മൾ ചതിച്ചു. ഞാൻ കാക്കനാട് എന്ന് കരുതിയിട്ടാണ് എടുത്തത്. ഇത് വേറെ എവിടേക്ക് 23 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അത് ഞാൻ വന്നപ്പോഴേ കണ്ടു 23 കിലോമീറ്റർ. പക്ഷേങ്കിൽ കുസുമഗിരി എന്ന് കണ്ട് കുറുമശ്ശേരി എന്നാണ്. ഞാൻ റാപ്പിഡോയിൽ യാത്രയിലൊക്കെ റഡാർ ട്രിപ്പ് പോലെയാണ് വരിക. അപ്പോൾ പിന്നെ പെട്ടെന്ന് പോകുന്ന എഴുതി എടുത്തു. കുസുമഗിരിയാണ് എഴുതി. അപ്പോൾ പിൻ നമ്പർ അടിച്ചപ്പോഴല്ലേ നോക്കണത്. ആലുവയും കഴിഞ്ഞ് അങ്ങനെ പോന്നിട്ടുണ്ട്. ഏതായാലും എത്ര കിലോമീറ്ററാണ് നമ്മൾ പോകുന്നത്? 55 മിനിറ്റ് എടുത്തു. 453 ഉള്ളത്, 463 ഇട്ടിട്ടുണ്ട്. അതെന്താ അങ്ങനെയെന്നാവും. അപ്പോൾ 55 മിനിറ്റ്, 1 മണിക്കൂർ സമയം എടുത്തു. ആ ആലുവയിലൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ഞാൻ മറ്റേ എയർപോർട്ട് കയറിയിട്ട് അവിടെ ക്യൂല് കിടക്കും. ആകുമ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂർ ആ ബ്ലോക്കുള്ള സമയം ക്യൂല് കടന്നു കഴിഞ്ഞാൽ നല്ലൊരു 700 രൂപയുടെ ട്രിപ്പ് കൊടുത്തിട്ട് എറണാകുളം ടൗണിലേക്ക് വരാമല്ലോ.
അപ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് എയർപോർട്ടിലേക്ക് കയറാനൊരു പരിപാടിയിലാണ്. എന്തായാലും ഇതൊരു വല്ലാത്തൊരു ചെയ്ത്തായി പോയി. ഇനിയിപ്പോൾ ഇവിടുന്ന് ട്രിപ്പ് ഓടിക്കില്ല, ഇനി ഇവിടുന്ന് ഊബർ ഓണാക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ട്രിപ്പൊന്നും വരില്ല. ഞാൻ ഊബർ ഓഫ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു. ഊബറിലൊന്നും ഓടിയത് 925 രൂപക്കാണ് ഊബറിൽ ഓടിയിട്ടുള്ളത്. ഇവിടെ ഏതൊരു വലിയ പള്ളിയൊക്കെ ഉണ്ട്. ഏതാണിത്? മുഴിക്കുളം വട്ടപ്പറമ്പ് ഇളവൂർ. എന്തായാലും ഇവിടുന്ന് ഇങ്ങനെ എല്ലാം ഇങ്ങനെ തെറിച്ച് നോക്കട്ടെ. ഇവിടെ ഒന്നൊരു കാര്യമല്ല, ഇവിടെ ഏതൊരു ഉൾഗ്രാമമാണിത്. അപ്പോൾ ഏതായാലും എയർപോർട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ പോയോക്കാം. കണ്ണ് കാണാൻ പറ്റാത്ത മഴ, പെരുമഴ, നല്ല മഴ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ എയർപോർട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, അവിടേക്ക് ലൊക്കേഷനൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 12 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം കുറേ പോയി, ഫ്രണ്ടിന് ഫോൺ വിളിച്ചിട്ട് അങ്ങനെ പോയി. പിന്നെ നോക്കുമ്പോൾ ലൊക്കേഷൻ തെറ്റിപ്പോയില്ല. അപ്പോൾ നോക്കുമ്പോൾ ലൊക്കേഷൻ ഇട്ടപ്പോൾ പിന്നെ 13 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ലൊക്കേഷൻ തെറ്റിപ്പോയി. ഇപ്പോൾ ഏതായാലും ഇനി 7.9 കിലോമീറ്ററും കൂടി ഉണ്ട്, 8 കിലോമീറ്ററും കൂടി ഉണ്ട്. നല്ല മഴ ഉണ്ട്. ടൗണിൽ എന്താ അവസ്ഥ എന്നറിയില്ല, ബ്ലോക്ക് എന്തായെന്ന് അറിയില്ല. മഴപാടായപ്പോൾ എന്തായിക്കണോ, ചിലപ്പോൾ ഞാൻ എയർപോർട്ടിൽ പോയി നിൽക്കും. ഇതുവരെ ഊബർ ഓണാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഏകദേശം ഒരു അത്താണി ഭാഗത്തേക്കൊക്കെ ഊബർ ചിലപ്പോൾ ഓഫ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ എയർപോർട്ടിൽ കയറും. എയർപോർട്ടിൽ കയറിയിട്ട് ക്യൂവിൽ കിടക്കാം. ഇന്നാളത്തെ പോലെ വല്ല പ്രൈവറ്റ് ട്രിപ്പ് അടിച്ചാൽ ഭാഗ്യമായി. നമുക്കൊരു എയർപോർട്ട് ട്രിപ്പ് കിട്ടിട്ടോ. അത്താണിയിൽ എത്തിയപ്പോൾ അത്താണിയിൽ നിന്ന് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ആലോചിച്ച് നിന്ന് എയർപോർട്ട് പോകണോ. 130 ഉണ്ട് ക്യൂ, അടിയോന്ന് അറിയില്ല. ടൗണിൽ എന്താ ആരെങ്കിലും ഒന്ന് വിളിച്ച് നോക്കണം, ബ്ലോക്ക് ഉണ്ടോ എന്ന് അതിനനുസരിച്ച് പോവാം. അപ്പോൾ നമുക്ക് കിട്ടിയത് 257 ടോട്ടൽ ക്യാഷ് കളക്ട് ഉണ്ടായിരുന്നത്. നമുക്ക് കിട്ടിയ റേറ്റ് 152 രൂപ. 4.90 കിലോമീറ്റർ 6 മിനിറ്റ് കൊണ്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ടോൾ കിട്ടിക്കണം നോക്കട്ടെ. ടോൾ കിട്ടണം, ഇല്ലാന്നുണ്ടെങ്കിൽ അത് നഷ്ടമാണ്. എയർപോർട്ടിലൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവലുണ്ട്. ഇത് എത്ര ഉണ്ട് നോക്കട്ടെ. ആദ്യം 150 ഉണ്ട് നമ്മളെ ഏണിങ്സ് ആയിട്ട്. 60 റീഫണ്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ 150. ഓക്കെ, 4 കിലോമീറ്റർ 150. ഓക്കെ, അപ്പോൾ ഇനി ഏതായാലും ഒരു 10 ഇവിടുന്ന് ഇറങ്ങാം. 7 ആയിട്ടുണ്ട് സമയം. 7:10 വരെ നിൽക്കാം. 13 13 നമ്മളെ 10 മിനിറ്റ് കറക്റ്റ് ആവുക. അതിന് ശേഷം 90 രൂപ ആവും. അപ്പോൾ 10 മിനിറ്റ് വരെ നമുക്ക് നിന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 7:10 പുറത്തിറങ്ങാം. നമ്മൾ എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങി 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ, ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ട്രിപ്പ് അടിച്ചു. എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്നാണ് അടിച്ചത്. പില്ലർ നമ്പർ 30 തൃപ്പൂണിത്തറക്കാണ്. അപ്പോൾ ആളെ ഹെഡൊക്കെ കാണുന്നുണ്ട്, പക്ഷെ കോൾ ചെയ്തിട്ട് ആൾ എടുക്കുന്നില്ല. അപ്പോൾ എന്താണ് സംഭവം? നാളത്തെ പോലെ ഫേക്ക് ആണെന്ന് അറിയില്ല. കസ്റ്റമർ റേറ്റിംഗ് നോക്കുമ്പോൾ 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. ഈ 5 സ്റ്റാർ ഉള്ളതൊക്കെ ഫേക്ക് ട്രിപ്പ് അടിപ്പിക്കാനാണെന്നൊക്കെ പറയണേക്കാം. ഇതിപ്പോൾ കണ്ടോ, ബ്ലാക്ക് കളറായി, നീല കളറുള്ളത്. ഇന്നാൾ നമുക്ക് ഇതേപോലൊരു പ്രശ്നം ഉണ്ടായതാണ്. ഇങ്ങനെ കസ്റ്റമർ വിളിച്ചിട്ട് കിട്ടിയില്ല, പക്ഷേ ഹെഡ് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫേക്ക് അല്ലാന്ന് വിചാരിച്ച് ഉള്ളിൽ കയറി. കറക്റ്റ് ആ ഒരു പോയിന്റിൽ എത്തിയപ്പോൾ ക്യാൻസലായി. പക്ഷെ അന്ന് നമുക്ക് ആ സ്പോട്ടിൽ വേറെ ട്രിപ്പ് അടിച്ചിട്ടോ. ഇന്നിപ്പോൾ അങ്ങനെ അടിയോന്ന് അറിയില്ല, എനിക്കൊരു പേടി. 60 രൂപ പോവുകയും ചെയ്യും. ഉണ്ടോ, ഹെഡ് പോയിപ്പോൾ. പറ്റിക്കാനാണോന്നും അറിയില്ല, കോൾ ചെയ്തിട്ട് എടുക്കുന്നില്ല. അതാണൊരു പ്രശ്നം. ഞാൻ ആൾക്ക് മെസ്സേജ് അയച്ചു, ജസ്റ്റ് കോള് പോകണില്ല. അപ്പം എനിക്ക് ഇങ്ങനെ ഒരു ഡൗട്ട്. ചിലവർ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഇവിടുത്തെ സിം ഉണ്ടാവില്ല. അപ്പോൾ പക്ഷേങ്കിൽ അപ്പോൾ ഡാറ്റ കോളും ഇല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഹായ് ഇട്ടു. അപ്പോൾ എനിക്ക് മെസ്സേജ് ഇട്ടു, ഐ ആം ഇൻ പില്ലർ 30 പറഞ്ഞിട്ട്. അപ്പോൾ ഓക്കെ, ഞാൻ വരാമെന്ന് പറഞ്ഞു. ഐ ആം ഓൺ മൈ വേ എന്നിട്ടു. അപ്പോൾ എന്നോട് എത്ര ടൈം എടുക്കും ചോദിച്ചു. അപ്പോൾ ഞാൻ 2 ഇട്ടിട്ടുണ്ട്, 2 മിനിറ്റ്. അപ്പോൾ അതിനും ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും കുഴപ്പമില്ല, അവിടെ എത്തിയിട്ട് ക്യാൻസൽ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ആവട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ നല്ല കോളായി. നമുക്ക് തൃപ്പൂണിത്തറക്കാണ് 700 എത്രയുണ്ട്. ആ ട്രിപ്പ് ജെനുവിൻ ആയിരുന്നു കേട്ടോ. 703 രൂപയുടെ ട്രിപ്പായിരുന്നു. ടോട്ടല് 1030 രൂപ ക്യാഷ് കളക്ട് ചെയ്തു. 34 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു മാച്ച് ട്രിപ്പ് ആയിട്ടാണ് വന്നത്. നമുക്ക് ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഞാൻ ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്തത്. എങ്കിൽ നമുക്ക് എന്തോ ഭാഗ്യത്തിനായി കിട്ടി. 100 ടോളും കയറിയിട്ടുണ്ട്. 1 മണിക്കൂറും 19 മിനിറ്റ് കൊടുത്തിട്ടുണ്ട്. ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ബ്ലോക്ക് നമ്മളെ പറവൂർക്കവലയും നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ വള്ളത്തോൾ ജംഗ്ഷനിൽ നമ്മളെ റൂമിൻ്റെ അവിടെയും ബ്ലോക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വലിയ ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല, സാധാരണ ഉണ്ടാവുന്ന ബ്ലോക്ക് ഉണ്ടായിട്ടുള്ളൂ. ഏതായാലും ഭാഗ്യത്തിന് നമുക്ക് ആ ട്രിപ്പ് അടിച്ചു 703. അത് ജെനുവിൻ ട്രിപ്പായിരുന്നു. ആ മെസ്സേജ് അയച്ചത് നന്നായി. കോൾ ചെയ്തിട്ട് പോണില്ല എന്നിട്ട് അവിടെ നിന്നിക്കണമെന്നുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടേനെ. മെസ്സേജ് അയച്ചത് കൊണ്ട് കിട്ടി നമുക്ക്. ഇനി ഏതായാലും ഇവിടെ ഒരു സൈഡാക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വൈറ്റില മെട്രോ സ്റ്റേഷൻ്റെ അടുക്ക് പോയി.
അവിടെ നമ്മളെ അയൽവാസി ചെക്കന് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനോട് സംസാരിച്ചിരിക്കുന്ന സമയത്ത് നമുക്കൊരു ഇടച്ചിറക്കൽ ട്രിപ്പ് അടിച്ച്, ആ ട്രിപ്പ് അടിച്ചിട്ട് അത് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറെ ട്രിപ്പ് അടിച്ച് കാക്കനാട് ജംഗ്ഷനിലേക്ക്, അതൊരു ബാറിലേക്കായിരുന്നു. അത് ഡ്രോപ്പ് ചെയ്യുന്നതിന് മുമ്പ് അടുത്ത ട്രിപ്പ് അടിച്ച് ആ ബാറിൽ നിന്ന് തന്നെ പിക്കപ്പ്. അതൊരു ലേഡി ആയിരുന്നു. ആ ലേഡി അടിച്ച് ഏകദേശം അടിച്ച് കാറ്റ് പോയിട്ടുണ്ട്. പിന്നെ അവരെ ഡ്രോപ്പ് ചെയ്തിട്ട് 2 മിനിറ്റ് ആയപ്പോൾ, അത് ദേശാഭിമാനിക്കായിരുന്നു ആ ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അവരെ ഡ്രോപ്പ് ചെയ്ത് 2 മിനിറ്റ് ആയപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ച് വാഴക്കാലേക്ക്. അപ്പോൾ അതും കഴിഞ്ഞപ്പോൾ നേരെ നമ്മൾ ഫുഡും വാങ്ങിയാണ്ട് നേരെ വള്ളത്തോൾ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇവിടുന്ന് ഒരു 200-300 മീറ്റർ കൂടി പോയാൽ നമ്മളെ റൂമെത്തും. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ നിർത്തുകയാണ്. നാളെ നമ്മളൊരു സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ട്, നമ്മളെ ലവ്ലി മാത്യുവിൻ്റെ. അപ്പോൾ നമ്മൾ റാപ്പിഡോയിൽ ഇന്ന് ഓടിയിട്ടുള്ളത് 705 നമ്മൾ 1000 രൂപ ഏൺ ചെയ്യാൻ പറ്റും. ഇനി 300 കൂടി ഏൺ ചെയ്യാൻ പറ്റും. നമ്മൾ റാപ്പിഡോയിൽ ഏൺ ചെയ്തത് 705 രൂപയാണ്. 1000 രൂപ വരെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും നമ്മളെ റീചാർജിൽ. അപ്പോൾ റാപ്പിഡോ ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ യാത്രയിൽ ഇന്ന് ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല, യാത്രയും ഓഫ്ലൈൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ഊബർ ഞാൻ ഓൾറെഡി ഓഫ്ലൈൻ ആക്കിയിട്ടുണ്ടായിരുന്നു. ഊബറിൽ ടോട്ടൽ ഓടിയത് 2446 അപ്പോൾ 2446 പ്ലസ് 705 3151 രൂപയാണ് ഇന്നത്തെ ഏണിങ്സ്.